ഹായ് നമസ്തേ. ബഡ്ജീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ നമ്മുടെ തിരുവനന്തപുരത്താണ്. പത്മനാഭൻ്റെ സ്വന്തം മണ്ണിൽ. ഇത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ആ കാണുന്ന വെള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്ന ആ ബിൽഡിംഗ്, അതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഒരു പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ട്രിവാൻഡ്രം എത്തിയിരിക്കുന്നത്. എവിടെയാണ് പൂജ, എന്താണ് പൂജ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ശ്രീ നരസിംഹവിലാസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, AATTD, ആലപ്പുഴ അനന്തനാരായണപുരം തുറവൂർ തിരുമല ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള കോംപ്ലക്സാണ്. ഈ നരസിംഹവിലാസ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 4ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ മഹാസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അടുത്താണ് ഈ സ്ഥലം. 1991 ഇതിന് തറക്കല്ലിട്ടു. 1993 ശ്രീമദ് സുധീന്ദ്ര തീർത്ഥസ്വാമി, നമ്മുടെ കാശിമഠാധിപതിയായിരുന്ന ശ്രീമദ് സുധീന്ദ്ര തീർത്ഥസ്വാമിയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണമാണ് ഈ 4ാമത്തെ നിലയിൽ മഹാസഭയുടെ, അതായത് തിരുവനന്തപുരം ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മഹാസഭയുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇവരെല്ലാ മാസവും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം സ്ഥലമില്ലാത്തത് കൊണ്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടുകളിൽ, അതായത് മാസത്തിലൊരിക്കൽ ആരുടെയെങ്കിലും വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടും. കാരണം ഒത്തുകൂടാനുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നതിന് ശേഷം ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമിജിയാണ് ഇവർക്ക് അവിടെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. എന്തായാലും അതുള്ളത് കൊണ്ട്, കാരണം ഇവിടെ GSB ക്ഷേത്രങ്ങൾ നമുക്ക് കൊല്ലം മുതൽ അങ്ങോട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് GSB ക്ഷേത്രമൊന്നുമില്ല. അതുകൊണ്ട് ക്ഷേത്രങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് മാറുന്നതിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനാ മന്ദിർ വേണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം ശ്രീ സ്വാമി അനുവദിച്ചു കൊടുത്തതാണ്. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. നമ്മുടെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പോലെയുള്ള എല്ലാ ചടങ്ങുകളും, വിശേഷിച്ച് സത്യനാരായണ പൂജ, എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഒരു സത്യനാരായണ പൂജ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ വിനായക ചതുർത്ഥിക്കാണെങ്കിലും ഋഗുഭാകർമ്മമാണെങ്കിലും എല്ലാ കാര്യങ്ങളും, കൃഷ്ണജന്മാഷ്ടമി, അങ്ങനെ എന്ത് വിശേഷ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവിടെ നല്ല രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു, ആചരിക്കപ്പെടുന്നു. രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് അധികം ആളുകളുണ്ടാവില്ല, ആ പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു സത്യനാരായണ പൂജ, ഇന്ന് അവിടെ നടക്കുന്നത് സത്യനാരായണ പൂജയാണ്. അപ്പോൾ ഈ സത്യനാരായണ പൂജയിൽ ഭാഗമാകുന്നവർ, അതായത് സത്യനാരായണ പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ രാവിലെ അരി ആഹാരം ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സൂചി ഗോതമ്പിൻ്റെ റവ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ധാരാളം പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. പണ്ട് ഇലയിലായിരുന്നു ഇവിടെ സമാരാധന നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടായതിനാൽ നമ്മളത് പതുക്കെ പ്ലേറ്റിലോട്ട് മാറ്റി. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലും ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇച്ചിരി പ്രയാസമായിട്ട് വരുന്നുണ്ട്. ഓരോ മാസവും ആരുടെ പൂജയാണ്, ഏത് ഡേറ്റിലാണ് പൂജ എന്ന് അറിയിക്കുന്നതിനുള്ള ഒരു ബോർഡാണിത്. ഇതിൽ ആഗസ്റ്റ് 15-ാം തീയതി തിരുവനന്തപുരം മഹാജൻ അവരുടെ വകയായിട്ടായിരിക്കും നടത്തപ്പെടുന്നത്. കാരണം ആഗസ്റ്റ് 15-ാം തീയതി അവരുടെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, പ്രോഗ്രാമാണ്. ആബാലവൃദ്ധം, അതായത് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾ വരെ ആ ആനുവൽ ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അന്ന് പൂജയും കാര്യങ്ങളും, അന്ന് സത്യനാരായണ പൂജയല്ല, അന്ന് വെങ്കടാചലപതിയുടെ പൂജയായിരിക്കും. അതിനുശേഷമുള്ള ഒരു ദിവസം സത്യനാരായണ പൂജ ചെയ്ത് ഈ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ കുട്ടികളുണ്ട്, നല്ല പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൾച്ചറലി മാത്രമല്ല, അക്കാഡമിക്കലിയും കൂടെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ മഹാസഭയ്ക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി ഒരേ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഡ്വക്കേറ്റ് മോഹൻദാസ് പൈ നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടു. അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രസിഡൻ്റ് സ്ഥാനത്തുള്ളത്. അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ഈ മഹാസഭ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. യാതൊരുവിധ പിഴവുകളുമില്ലാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിക്കും സാധിക്കുന്നുണ്ട്.
ഇനിയും മുന്നോട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭഗവാൻ സത്യനാരായണനും നരസിംഹ ഭഗവാനും വെങ്കടാചലപതിയും പത്മനാഭനും അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമാണ് നമ്മുടെ വനിതാ വിഭാഗം. ഇവരെത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും തന്നെ സ്ട്രോങ് ആയിട്ടാണ് വനിതാ വിഭാഗിൻ്റെ ഇവിടുത്തെ പ്രവർത്തനം. കാരണം കഴിഞ്ഞ മാസം നമ്മുടെ ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമിയുടെ 100ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സ്വാമിജിയുടെ പാതുക യാത്ര വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കാഴ്ചകളാണ് വനിതാ വിഭാഗ് അവിടെ നടത്തിയത്. പ്രാർത്ഥനയ്ക്കാണെങ്കിലും ഭജനയ്ക്കാണെങ്കിലും ഇനി നിവേദിതൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ പരസ്പര ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനം മികവുറ്റതാക്കാനായിട്ട് അവർ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. നവരാത്രിയിലാണ് വനിതാ വിഭാഗ് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം കുങ്കുമാർച്ചന, നവരാത്രി മഹാനവമി ദിവസം വൈകിട്ട് മഹാലക്ഷ്മി പൂജ, വിജയദശമി രാവിലെ അവരുടെ തന്നെ നേതൃത്വത്തിൽ നവകന്യകാ പൂജ, ലളിത സഹസ്രനാമ പാരായണം, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ മഹാസഭയുടെ കമ്മിറ്റിക്ക് ഒരു സപ്പോർട്ടായിട്ട് വനിതാ വിഭാഗം കൂടെയുണ്ട്. എല്ലാവരും പറയാറുണ്ട് എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ മഹാസഭയുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയല്ല, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട് എന്നുള്ളതാണ് അഭിമാനമാകുന്നത്. അങ്ങനെ നമ്മുടെ സത്യനാരായണ പൂജ പ്രാരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിലവിളക്ക് കൊളുത്തിയാണ് ഏതൊരു പൂജയും പ്രാരംഭം കുറിക്കുന്നത്. അങ്ങനെ ഈ മാസത്തെ സത്യനാരായണ പൂജയ്ക്ക് പ്രാരംഭം കുറിക്കുകയാണ്. ഈ മാസം ജാനുവരി മാസത്തിലെ സത്യനാരായണ പൂജ ജാനുവരി 26 ഞായറാഴ്ചയാണ്. സാധാരണ പൂജ നടക്കുന്നത് ഞായറാഴ്ചയാണെങ്കിൽ ഉച്ചയ്ക്കും, ഇനി വൈകിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ശനിയാഴ്ച വൈകിട്ടുമാണ് ഇവിടെ നടത്തപ്പെടാറുള്ളത്. എന്നാലിപ്പോൾ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി എല്ലാ മാസവും നടത്തപ്പെടുന്ന സത്യനാരായണ പൂജ ഉച്ചയ്ക്കാണ്. കാരണം എല്ലാവരും അതിൽ പങ്കെടുക്കണമെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും. അതായത് ഒരു 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് മഹാനിവേദ്യ സമർപ്പണത്തോടു കൂടി എല്ലാവർക്കും തിരിച്ചു പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെയാണ് ഈ നരസിംഹവിലാസെങ്കിലും അതിനോട് ചുറ്റിപ്പറ്റി ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം ചുറ്റിപ്പറ്റി നമ്മുടെ ആളുകളെല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ വന്നു പോകാനുള്ളൊരു സൗകര്യമെന്ന് പറയുന്നത് ഉച്ചയ്ക്കായിരിക്കും. രാത്രിയാണെങ്കിൽ പലർക്കും അതൊരു ബുദ്ധിമുട്ടാകും. കാരണം പൂജ കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈകിട്ടാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ സത്യനാരായണ പൂജ തുടങ്ങാൻ പറ്റൂ. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പിരിയുമ്പോഴേക്കും 9 മണിയോടാകും. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭവനങ്ങളിലെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പലരും, കാരണം നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ ആ പൂജയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ എല്ലാവരും ചെയ്യുക, ഉച്ചയ്ക്കാണ് പൂജ ചെയ്യുന്നതെങ്കിൽ, അതായത് 10 മണിക്ക് തുടങ്ങി 2 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അവർക്കെല്ലാവർക്കും ഭഗവാന്റെ ആ നിവേദ്യം കൊടുക്കാനായിട്ട് സാധിക്കും എന്നെല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പോൾ കൂടുതലും സത്യനാരായണ പൂജ നടത്തപ്പെടുന്നത് ഞായറാഴ്ചകളിൽ രാവിലത്തെ സമയത്താണ്. അടുത്ത സത്യനാരായണ പൂജയും ഞായറാഴ്ച തന്നെയാണ്, ഫെബ്രുവരി 16. അങ്ങനെ നമ്മുടെ സത്യനാരായണ പൂജ പ്രാരംഭം കുറിച്ചു. നമ്മൾ GSB സമുദായത്തിൽ ഏറ്റവും അധികം ചെയ്തു വരുന്ന ഒരു പൂജയാണ് സത്യനാരായണ പൂജ. ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമാണ് സത്യനാരായണ ദേവൻ. കലിയുഗത്തിൽ നമ്മൾ ആരാധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ അനുഗ്രഹം വാങ്ങേണ്ടതുമായിട്ടുള്ള ഒരു ദേവനാണ് സത്യനാരായണ ദേവൻ. അതുകൊണ്ട് ഞങ്ങൾ GSB ഏതൊരു വിഷയത്തിലാണെങ്കിലും, ഏതൊരു വീട്ടിൽ എന്തൊരു കാര്യം നടന്നാലും, ഒരു ഗൃഹപ്രവേശമായിക്കോട്ടെ, കല്യാണമായിക്കോട്ടെ, ഉപനയനമായിക്കോട്ടെ, എന്ത് ചടങ്ങ് നടന്നാലും അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം ഒരു സത്യനാരായണ പൂജ ചെയ്യാറുണ്ട്. കല്യാണം കഴിഞ്ഞ ദമ്പതികളെ ഇരുത്തി ആദ്യം ചെയ്യുന്നതും സത്യനാരായണ പൂജയാണ്. അപ്പോൾ അകത്ത് സത്യനാരായണ പൂജ പ്രാരംഭം കുറിക്കുമ്പോൾ തന്നെ വെളിയിലായിട്ട് സഹസ്രനാമ സ്തോത്ര പാരായണവും ഉണ്ടാവും. ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് തന്നെ സഹസ്രനാമ പാരായണത്തോടു കൂടി ആയിരിക്കും.
അന്നേ ദിവസം ഭഗവാന് വിശേഷ പഞ്ചാമൃതാഭിഷേകം ചെയ്യാറുണ്ട്. പഞ്ചാമൃതാഭിഷേകം പാല്, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര, കരിക്ക്, ഇതാണ് പഞ്ചാമൃതം. പഴനി പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശർക്കര, പഴം, പഞ്ചസാരയൊക്കെ ഇട്ടൊരു മിക്സിങ്ങിന് പഞ്ചാമൃതം എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പഞ്ചാമൃതാഭിഷേകം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. വിശേഷമായിട്ടുള്ള ഒരു അഭിഷേകം കൂടിയാണ് പഞ്ചാമൃതാഭിഷേകം. പഞ്ചാമൃതാഭിഷേകത്തിന് ശേഷം ഈ അഭിഷേകം ചെയ്യുന്നത് സാളഗ്രാമശിലയിലാണ് കേട്ടോ. നമ്മുടെ എല്ലാ പൂജാരിമാരുടെ കയ്യിലും സാളഗ്രാമശില ഉണ്ടാവും. സാളഗ്രാമശില എന്താണെന്നും എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ സാളഗ്രാമം കലശത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പൂജകളും ചെയ്യുന്നത്. നമ്മുടെ ഏത് പൂജയാണെങ്കിൽ പോലും സാളഗ്രാമവും കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും ഭഗവാന്റെ വിഗ്രഹത്തോടൊപ്പം സാളഗ്രാമശിലയും പൂജിക്കാറുണ്ട്. സാളഗ്രാമത്തിൽ പ്രത്യേകിച്ച് ആവാഹനങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചസാരയിൽ മധുരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സാളഗ്രാമത്തിൽ ഭഗവാന്റെ ചൈതന്യം. എല്ലാ സാളഗ്രാമങ്ങളും പൊതുവെ ലക്ഷ്മി നാരായണ സാളഗ്രാമങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലതരത്തിലുള്ള സാളഗ്രാമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാളഗ്രാമത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പഞ്ചാമൃതാഭിഷേകം കഴിഞ്ഞാൽ കലശോദക സ്നാനം, അതായത് കലശത്തിലെ ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളമെന്നാണ് അർത്ഥം. അപ്പോൾ കലശത്തിലെ ഉദകം ഉപയോഗിച്ച് ഭഗവാന് സ്നാനം ചെയ്യും. തുടർന്ന് ഷോഡശോപചാരങ്ങളാണ്. ഷോഡശോപചാര പൂജയ്ക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, സത്യനാരായണ പൂജ ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമാണ് സത്യനാരായണ ദേവൻ. അതുകൊണ്ട് ഇതൊരു വിഷ്ണു പൂജ തന്നെയാണ്. അപ്പോൾ വിഷ്ണു പൂജ ചെയ്യുമ്പോൾ ദേവിക്ക് ലളിതാ സഹസ്രനാമം എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ വിഷ്ണു പൂജയ്ക്ക് വിഷ്ണു സഹസ്രനാമാവലി വളരെ പ്രാധാന്യമാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യും, നാമാവലിയാണ്. ഈ നാമാവലി പാരായണം ചെയ്യുമ്പോൾ തുളസി കൊണ്ട് ഭഗവാന് അർച്ചനയും നടത്തും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വെളിയിൽ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. തുടർന്ന് വ്യാസോപസനയാണ്. സൂർദാസ് ഭജനമണ്ഡലി, നമ്മുടെ ഗ്രാമസഭയുടെ ഭജനമണ്ഡലിയുടെ പേരാണ് സൂർദാസ് ഭജനമണ്ഡലി. അതിനും നേതൃത്വം നൽകുന്നത് നമ്മുടെ വനിതാ വിഭാഗം തന്നെയാണ്. വ്യാസോപസനയ്ക്ക് ശേഷം ഈ സൂർദാസ് ഭജനമണ്ഡലിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭജന ആലപിക്കുമ്പോൾ മനസ്സിനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു ഉണർവാണ്. അപ്പോൾ ഇന്ന് പാടുവാനായിട്ട് നമ്മുടെ യജമാനൻ വെങ്കടേഷ് ചേട്ടൻ്റെ മകൻ ഗോപുവും അതുപോലെ ശ്രീനിവാസ്, അദ്ദേഹം താമസിക്കുന്നത് വിയറ്റ്നാമിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ നയനയുമുണ്ട്.
അല്പസമയം തന്നെ ഇവിടെ മഹാനിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഭഗവാന് ആരതി സമർപ്പിക്കും. മഹാആരതിക്ക് ശേഷം സഭാ കാര്യക്രമമാണ്. കഴിഞ്ഞ മാസത്തെ കണക്കും കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാര്യങ്ങളെപ്പറ്റിയും ഉള്ള ചർച്ചയായിരിക്കും. അതുപോലെ അഭിനന്ദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലരുടെ ജന്മദിവസമുണ്ടെങ്കിൽ അത് ആഘോഷിക്കും. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ബ്രാഹ്മണ സമാരാധനയിൽ പങ്കെടുക്കും. ഭഗവാന്റെ നിവേദ്യം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക. നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഫുഡ് തന്നെയാണ് ചോറ്, കുക്കാകശി, വൽവല്, മെത്തിയേസുക്കെ അങ്ങനെയുള്ള ഐറ്റംസാണ് മിക്കപ്പോഴും. കാരണം നമ്മുടെ ഈ ട്രഡീഷണൽ ഫുഡ് നമ്മുടെ കുട്ടികളും അറിയണം. ട്രഡീഷൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. എന്തായാലും എല്ലാവരും അതിലും പങ്കെടുത്ത് ഭഗവാനെയും സ്മരിച്ച് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. കാരണം കൊറോണ സമയത്ത് ആരും ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന, എല്ലാവർക്കും ഒരുമിച്ച് പാടാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഈ നരസിംഹവിലാസ്. പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഭഗവാൻ സത്യനാരായണനും നരസിംഹ ഭഗവാനും വെങ്കടാചലപതിയും അനന്തപുരിയുടെ ഗ്രാമദേവനായിട്ടുള്ള പത്മനാഭനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇവർ എല്ലാവരും. പേരെടുത്ത് പറയാൻ പോയാൽ ഈ വീഡിയോ ഒന്നിനുമാവില്ല. ഇനിയും ഇവരുടെ സഹകരണം, ഇവരുടെ പ്രാർത്ഥന എനിക്കുണ്ടാവണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ തവണയും ഇവിടെ നിന്നും ഇറങ്ങുമ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഭഗവാൻ സത്യനാരായണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം.